ലോകം മുഴുവൻ നിന്നെ തള്ളിക്കളഞ്ഞാലും നീ തോൽക്കില്ല. പക്ഷേ നീ നിന്നെ തന്നെ സംശയിക്കുന്ന നിമിഷം നിന്റെ പതനം പൂർത്തിയാകും. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും ക്രൂരമായ സത്യം. നിന്റെ പരാജയങ്ങൾക്ക് നീ വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല. സ്വന്തം കഴിവിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകല ശക്തികൾക്കും നിന്നെ രക്ഷിക്കാനാവില്ല. എന്നാൽ എന്നാണോ നീ നിന്റെ പരിമിതികളെക്കാൾ നിന്റെ കഴിവിനെ വിശ്വസിച്ചു തുടങ്ങുന്നത്, അന്ന് അസാധ്യം എന്ന വാക്ക് നിന്റെ നിഘണ്ടുവിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങും. പിന്നെ നിനക്ക് മുന്നിൽ വരുന്ന ഓരോ വെല്ലുവിളിയും നിന്നെ തകർക്കാനുള്ള തടസ്സങ്ങളല്ല, മറിച്ച് നിന്റെ സിംഹാസനത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറും. ഓർക്കുക, നിനക്ക് നിന്നിലുള്ള വിശ്വാസമാണ് നിന്റെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരേയൊരു മാന്ത്രിക വിദ്യ. ലോകം നിന്നെ ദുർബലൻ എന്ന് മുദ്രകുത്തുന്നത് നിന്റെ ഉള്ളിലെ സിംഹം ഇനിയും ഉണരാത്തതുകൊണ്ടാണ്. ചരിത്രമെന്നും വീരഗാഥകൾ രചിച്ചിട്ടുള്ളത് പോരാളികൾക്ക് വേണ്ടിയാണ്, ഭീരുക്കൾക്ക് വേണ്ടിയല്ല. അഗ്നിശുദ്ധി വരുത്തുമ്പോഴാണ് സ്വർണത്തിന് മാറ്റുകൂടുന്നത് എന്ന പോലെ ജീവിതത്തിലെ തീച്ചൂളകൾ നിന്റെ വ്യക്തിത്വത്തെ വജ്രം പോലെ സുദൃഢമാക്കുന്നു. കഷ്ടപ്പാടുകൾ നിന്നെ തളർത്താനല്ല, മറിച്ച് നിന്റെ ആത്മബലത്തെ ഉരച്ചുനോക്കാനുള്ള പരീക്ഷണങ്ങളാണ്. വിധി നിന്നെ നിലംപരിശാക്കുമ്പോൾ തളർന്നിരിക്കാതെ ആ വീഴ്ചയെ ഒരു കുതിച്ചുചാട്ടത്തിനുള്ള ഊർജ്ജമാക്കി മാറ്റുക. ശരീരത്തിന് പരിമിതികളുണ്ടാകാം, എന്നാൽ നിശ്ചയദാർഢ്യമുള്ള മനസ്സിന് ആകാശം പോലും ഒരു തടസ്സമല്ല. നിനക്ക് കഴിയില്ല എന്ന പരിഹാസങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് മറുപടി നൽകാതെ വിജയത്തിന്റെ നിശബ്ദമായ അട്ടഹാസം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുക. പരാജയപ്പെടാൻ വിസമ്മതിക്കുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനായ പോരാളി. നിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകാൻ സ്വയം അച്ചടക്കത്തിന്റെ കവചമണിയുക. ഇന്ന് നീ ഒഴുക്കുന്ന വിയർപ്പാണ് നാളത്തെ നിന്റെ വിജയത്തിന്റെ ലഹരി. ഓർക്കുക, നിന്റെ ശീലങ്ങളാണ് നിന്റെ വിധി നിർണ്ണയിക്കുന്നത്. നിന്റെ വളർച്ചയിൽ നിന്നെ തടയാനും പരിഹസിക്കാനും ഒരുപാടാളുകൾ വന്നേക്കാം. നിന്റെ കുറവുകൾ അവർ എണ്ണി പറഞ്ഞാലും അത് നിന്റെ തകർച്ചയായി കാണരുത്. പകരം വിമർശനങ്ങൾ കേട്ടു തുടങ്ങുന്നുവെങ്കിൽ നീ ശരിയായ പാതയിലാണെന്ന് മനസ്സിലാക്കുക. ദുർബലർ വിമർശനങ്ങളിൽ തളരുമ്പോൾ കരുത്തർ അത് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഇന്ധനമാക്കുന്നു. പരാജയം നിന്റെ ശത്രുവല്ല, മറിച്ച് നിന്നെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുവാണ്. വീഴാത്തവനല്ല, മറിച്ച് തകർന്നുപോയ നിമിഷങ്ങളിലും കണ്ണീർ തുടച്ച് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നവനാണ് യഥാർത്ഥ കരുത്തൻ. ഓരോ പുലരിയിലും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നീ നിനക്ക് തന്നെ വാക്ക് നൽകുക, ഞാൻ തോറ്റുകൊടുക്കില്ല എന്ന്. നിന്റെ നിശ്ചയദാർഢ്യം അടിയുറച്ചതാണെങ്കിൽ ഭാഗ്യം പോലും നിന്നെ തേടിയെത്തും. മറ്റുള്ളവർക്ക് ഭ്രാന്തമെന്ന് തോന്നുന്നത്ര വലിയ സ്വപ്നങ്ങൾ കാണുക. നിന്റെ വിജയം നാടറിയുന്ന ശബ്ദമായി മാറുന്നതുവരെ കഠിനാധ്വാനം ചെയ്യുക. ലോകം നിന്നെ കാണുന്നത് നീ നിന്നെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. നീ നിന്റെ മൂല്യം തിരിച്ചറിഞ്ഞാൽ ഈ ലോകം നിനക്കായി വഴിമാറിത്തരും. ഭയത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ നിന്നേക്കാൾ വലുതാണ് എന്ന് പറയാൻ നിനക്ക് കഴിയണം. നിന്റെ ഓട്ടം നിന്റേത് മാത്രമാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ നിന്റെ ജീവിതകഥ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നതുവരെ നിർത്താതെ മുന്നേറുക. മറ്റൊരാളുടെ വെറുമൊരു നിഴലായല്ല, സ്വന്തമായ വ്യക്തിത്വം ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്താനാണ് നീ ജനിച്ചത്. ഇന്ന് നീ മടി കാരണം പാഴാക്കുന്ന ഓരോ നിമിഷവും നാളെ നിന്നെ വേട്ടയാടുന്ന നീറുന്ന ഓർമ്മയായി മാറും. അതുകൊണ്ട് ഓരോ ദിവസവും നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഉറച്ച ചവിട്ടുപടിയാക്കി മാറ്റുക. ഓരോ വിജയത്തിനു പിന്നിലും പരാജയങ്ങളുടെ വലിയൊരു മലയുണ്ടാകും. പക്ഷേ ആ വീഴ്ചകളിൽ തളരാതെ എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ കരുത്തൻ. എനിക്ക് കഴിയില്ല എന്ന തോന്നലിനെ പിഴുതെറിഞ്ഞ് ഞാൻ ജയിക്കും എന്ന് നീ വിശ്വസിച്ചാൽ നിന്നെ തടയാൻ പ്രപഞ്ചത്തിനു പോലും കഴിയില്ല. ചിലപ്പോൾ നിനക്ക് ഈ യാത്രയിൽ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നേക്കാം. എന്നാൽ ആ ഏകാന്തതയിലാണ് നിന്റെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. ആൾക്കൂട്ടത്തിനൊപ്പം നടക്കുന്നത് എളുപ്പമാണ്, പക്ഷേ സ്വന്തമായി വഴിവെട്ടുന്നവന്റെ പിന്നാലെയാണ് കാലം സഞ്ചരിക്കുന്നത്. നിന്റെ കുറവുകളെ പരിഹസിക്കുന്നവർക്ക് മുന്നിൽ നിന്റെ വിജയത്തെ ഒരു മറുപടിയാക്കി മാറ്റുക. ശരിയായ സമയത്തിനായി കാത്തിരിക്കേണ്ടതില്ല, ആ സമയം ഇപ്പോഴാണ്. നിന്റെ മാറ്റം ഇന്നിൽ നിന്ന് തുടങ്ങട്ടെ. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഏതൊരു തടസ്സവും മെഴുകുപോലെ ഉരുകിപ്പോകും. സാഹചര്യങ്ങൾ നിന്നെ പരീക്ഷിച്ചേക്കാം, പണമില്ലാതെ വന്നേക്കാം, ഒറ്റപ്പെട്ടേക്കാം, ആത്മവിശ്വാസം കുറഞ്ഞേക്കാം. പക്ഷേ ആ നിമിഷങ്ങൾ നിന്നോട് ചോദിക്കുന്നത് നീ എത്രത്തോളം ശക്തനാണ് എന്നാണ്. നീ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിനക്ക് നിന്റെ ഉത്തരം ലഭിക്കുന്നു. ഒരു വിത്ത് വളർന്ന് മരമാകാൻ സമയമെടുക്കും. അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ ക്ഷമയോടെ അധ്വാനിക്കുക. മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ സുരക്ഷ. ഒരാളുടെ കൈപിടിച്ച് നടക്കാൻ പഠിക്കാം, പക്ഷെ പറക്കാൻ നീ സ്വയം ചിറകടിക്കുക തന്നെ വേണം. ഒരു ദിവസം കൊണ്ട് ആരും കരുത്തരാകില്ല. ഓരോ ദിവസവും നീ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ് നിന്റെ മാറ്റം തുടങ്ങുന്നത്. എല്ലാ ദിവസവും 1% സ്വയം മെച്ചപ്പെടാൻ ശ്രമിക്കുക. അധിക്ഷേപങ്ങളെ നിന്റെ വിജയത്തിനുള്ള ഇന്ധനമാക്കുക. വികാരങ്ങൾക്ക് അടിമയാകാതെ സങ്കടത്തിലും സന്തോഷത്തിലും ഒരുപോലെ ശാന്തത പാലിക്കാൻ ശീലിക്കുക. അന്ന് നീ നിന്നെ ജയിക്കും. അന്ന് ഈ ലോകം നിനക്ക് സ്വന്തമാകും. നിന്റെ ഉള്ളിൽ കത്തുന്ന ആ ആവേശം തന്നെയാണ് നിന്റെ യഥാർത്ഥ കരുത്ത്. നിന്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു, ഇനി മുന്നോട്ട് മാത്രം നോക്കുക. ഓരോ ചെറിയ പ്രതിസന്ധികളിലും നീ തളർന്നുപോയാൽ ഈ ലോകം നിന്നെ വീണ്ടും വീണ്ടും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിന്റെ വികാരങ്ങൾ ഒരു ബലഹീനതയല്ല, മറിച്ച് അവയുടെ മേൽ നിയന്ത്രണമില്ലാത്തതാണ് നിന്റെ യഥാർത്ഥ പരാജയം. ഭയം എപ്പോഴും നിന്റെ സുരക്ഷിത മേഖലയ്ക്ക് പുറത്താണ് നിലകൊള്ളുന്നത്. ആ അതിർവരമ്പുകൾ എന്നാണ് നീ മറികടക്കുന്നത്. അന്ന് നീ പഴയതിനേക്കാൾ കരുത്തനാകും. നിന്റെ പരാജയങ്ങളുടെ ഭാരം സാഹചര്യങ്ങളിൽ അടിച്ചേൽപ്പിക്കാതെ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് ശക്തിയുടെ തുടക്കം. ഇന്ന് നിന്റെ സാഹചര്യങ്ങൾ മോശമാണെന്ന് കരുതി നിന്റെ കഥ അവസാനിച്ചു എന്നർത്ഥമില്ല. ഇതൊരു അധ്യായം മാത്രമാണ്. നിന്റെ ജീവിത പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ ഇനിയും എഴുതപ്പെടാനുണ്ട്. നിന്റെ വാക്കുകളിലും ചുവടുകളിലും ദൃഢതയുണ്ടാകട്ടെ.
വസ്ത്രങ്ങളല്ല, നിന്റെ ആത്മവിശ്വാസമാണ് നിന്റെ യഥാർത്ഥ അടയാളം. ബലഹീനരായ മനുഷ്യർ ഒഴികഴിവുകൾ തിരയുമ്പോൾ കരുത്തരായവർ പോരാട്ടത്തിലൂടെ വഴികൾ കണ്ടെത്തുന്നു. തളർച്ച അനുഭവപ്പെടുമ്പോഴും നിന്നുപോകാതെ സാവധാനമെങ്കിലും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക. നിന്റെ ഉള്ളിലെ വേദനയെ തകർച്ചയ്ക്കുള്ള കാരണമാക്കാതെ വിജയത്തിലേക്കുള്ള കരുത്താക്കി മാറ്റുക. കാരണം ആത്മബലം പുറത്തുനിന്നല്ല, നിന്റെ ഉള്ളിൽ നിന്നാണ് ജനിക്കേണ്ടത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിക്ഷേപം നിന്നിൽ തന്നെ നടത്തുക. നിന്റെ അറിവും ആരോഗ്യവും മാനസിക കരുത്തും വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു ലാഭം വേറെയില്ല. ഓരോ ദിവസവും നിന്റെ പേടിയെയും മടിയെയും ഒഴികഴിവുകളെയും തോൽപ്പിക്കാൻ നിനക്ക് കഴിയണം. കാരണം നിന്റെ മത്സരം മറ്റാരോടുമല്ല, നിന്റെ തന്നെ ഇന്നലകളോടാണ്. നീ 1% മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ നീ വിജയപാതയിലാണ്. സമയമില്ല, പിന്തുണയില്ല എന്നൊക്കെയുള്ള ബലഹീനമായ ന്യായങ്ങൾ ഉപേക്ഷിക്കുക. മടുപ്പ് തോന്നുമ്പോഴും ലക്ഷ്യത്തിനായി പണയെടുക്കുന്നവനാണ് യഥാർത്ഥ കരുത്തൻ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും അനാവശ്യ ചിന്തകളിൽ നിന്ന് അകലം പാലിക്കുന്നതും പോലുള്ള ചെറിയ ശീലങ്ങൾ നിന്നെ ഒരു സാധാരണക്കാരനിൽ നിന്നും അസാധാരണക്കാരനാക്കി മാറ്റും. നീ പുതിയ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ ലോകം നിന്നെ പരിഹസിച്ചേക്കാം, പക്ഷേ ആ പരിഹസിക്കുന്നവർ പോലും നിനക്കായി കൈയടിക്കുന്ന നിലയിലേക്ക് നീ വളരണം. അസാധ്യമായ ഒന്നുമില്ല, അത് നിന്റെ ഭയത്തിന് നീ നൽകിയ പേര് മാത്രമാണ്. ആദ്യ ചുവട് വയ്ക്കാൻ ധൈര്യം കാണിക്കുക. നിന്റെ ആത്മവിശ്വാസം അചഞ്ചലമാകുമ്പോൾ ലോകം നിന്നെ കണ്ട് അത്ഭുതപ്പെടും. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിന്നിൽ നിനക്ക് തന്നെ അഭിമാനം തോന്നുന്ന ആ നിമിഷമാണ് നിന്റെ യഥാർത്ഥ വിജയം. നിന്റെ യാത്രകളിൽ ചിലപ്പോൾ നീ ഒറ്റയ്ക്കായേക്കാം. ഉറ്റവർ കൈവിട്ടാലും നിന്റെ ലക്ഷ്യം ഉറച്ചതാണെങ്കിൽ ആത്മവിശ്വാസം നിന്നെ നയിക്കും. ഒറ്റപ്പെടൽ ഒരു ബലഹീനതയല്ല, അത് നിന്റെ വരാനിരിക്കുന്ന വിജയത്തിനുള്ള തയ്യാറെടുപ്പാണ്. നിന്റെ ജീവിതത്തിന്റെ പേന നിന്റെ കയ്യിലാണ്. പോരാട്ടത്തിന്റെ കഥ വേണോ അതോ വിജയത്തിന്റെ ഗാഥ വേണോ എന്ന് നീ തീരുമാനിക്കുക. നിന്റെ ജീവിതം കേവലം ഒരു കഥയല്ല, അതൊരു ചരിത്രമാകണം. ആൾക്കൂട്ടത്തിൽ ഒരാളാകാനല്ല, ആൾക്കൂട്ടം നിനക്ക് പിന്നാലെ വരാനാണ് നീ ശ്രമിക്കേണ്ടത്. നീ വെറുമൊരു സാധാരണക്കാരനല്ല, നീ അഗ്നിയാണ്, കൊടുങ്കാറ്റാണ്. പണത്തിന് പിന്നാലെ പായുന്നവരല്ല, ചരിത്രം മാറ്റി എഴുതുന്നവരാണ് ലോകത്തെ നയിക്കുന്നത്. നിന്റെ ലക്ഷ്യബോധം വ്യക്തമാണെങ്കിൽ തിരമാലകളുടെ ദിശ മാറ്റാൻ പോലും നിനക്ക് കരുത്തുണ്ടാകും. പേരിനേക്കാൾ നിന്റെ പ്രവൃത്തികളെ വലുതാക്കുക, അപ്പോൾ പേര് നിന്നെ തേടിവരും. പോരാട്ടങ്ങളെ ഭയപ്പെടരുത്, അവ നിന്നെ ചെത്തിമിനുക്കുന്ന ശില്പികളാണ്. ആത്മബലത്തോടെ മുന്നേറുക. നീ സ്വയം തിരിച്ചറിയുന്ന നിമിഷം ലോകം നിനക്ക് മുന്നിൽ വഴിമാറാൻ നിർബന്ധിതരാകും. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം പതുക്കെയാണെങ്കിലും ഒരിക്കലും നിന്നുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓരോ ചെറിയ ചുവടുവെപ്പും പുരോഗതിയുടെ ഭാഗമാണ്. പോരാട്ടം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. പതറാത്ത മനസ്സും ലക്ഷ്യബോധവുമുള്ളവർക്ക് മാത്രമേ തളരാതെ മുന്നോട്ടു പോകാൻ കഴിയൂ. ഭയത്തെ അതിജീവിക്കുക എന്നതാണ് വിജയത്തിലേക്കുള്ള അടുത്ത പടി. നാം എന്തിനെയാണോ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, ആ ഭയത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ കൈവരുന്നത്. സംസാരിക്കാൻ ഭയമുള്ളവൻ സംസാരിക്കാനും, പരാജയപ്പെടുമെന്ന് ഭയമുള്ളവൻ വീണ്ടും പരിശ്രമിക്കാനും തയ്യാറാകണം. വിജയത്തിന്റെ വാതിലിന് മുന്നിൽ കാവൽ നിൽക്കുന്ന ഭയത്തെ ധൈര്യപൂർവ്വം നേരിട്ട് ആ വാതിൽ തുറക്കുന്നവന് മാത്രമേ മഹത്തായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കൂ. കരുത്തനായ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം അവന്റെ വിനയമാണ്. യഥാർത്ഥ കരുത്തുള്ളവൻ ഒരിക്കലും തന്റെ ശക്തി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ ശാന്തതയും സാന്നിധ്യവും തന്നെ അവന്റെ ആന്തരികമായ കരുത്തിനെ വിളിച്ചോതും. അഹങ്കാരമില്ലാതെ ശാന്തതയോടെ കാര്യങ്ങളെ നേരിടുന്നതാണ് യഥാർത്ഥ മഹത്വം. താൻ ഉയരങ്ങളിലെത്തുമ്പോൾ മറ്റുള്ളവരെയും കൂടെ ഉയർത്താൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ ശ്രേഷ്ഠൻ. സ്വന്തം വിജയത്തോടൊപ്പം സഹജീവികളെയും പരിഗണിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നത്. നിങ്ങളുടെ മനസ്സിനെ അജയ്യമായ ഒരു കോട്ടയായി മാറ്റുക. കാരണം പുറത്തുള്ള ശത്രുക്കളെക്കാൾ ഉള്ളിലെ മോശം ചിന്തകളും ചുറ്റുമുള്ള നെഗറ്റീവ് മനുഷ്യരുമാണ് നിങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവർ. ഈ രണ്ട് വെല്ലുവിളികളെയും പ്രതിരോധിക്കാൻ പഠിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഉത്തമമായ പുസ്തകങ്ങളിലൂടെയും പോസിറ്റീവായ സൗഹൃദങ്ങളിലൂടെയും ഓരോ ദിവസവും നിങ്ങളുടെ ആത്മബലം വർദ്ധിപ്പിക്കുക. കേവലം ഇന്നത്തെ അതിജീവനത്തിനു വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ ഇല്ലാതായാലും നിലനിൽക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ശക്തരായ മനുഷ്യർ സമ്പത്തല്ല, മറിച്ച് വരുംതലമുറകൾക്ക് വഴിവിളക്കാകുന്ന പ്രചോദനമാണ് അവശേഷിപ്പിക്കുന്നത്. സ്വന്തം ജീവിതകഥയിൽ ഒരിക്കലും ഒരു അപ്രധാന വേഷത്തിൽ ഒതുങ്ങിപ്പോകരുത്. ഭയം നിങ്ങളെ ചെറിയ റോളുകളിലേക്ക് തളച്ചിടുമ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് നിങ്ങളുടെ കഥയിലെ നായകനാവുക. മറ്റാരും നിങ്ങൾക്ക് അവസരം നൽകുന്നില്ലെങ്കിൽ സ്വന്തമായ ഒരു വേദി നിർമ്മിക്കുക. നിങ്ങളുടെ ജീവിതം ഒരു ഇതിഹാസമായി മാറുന്ന അത്രമേൽ കരുത്തുറ്റതാവട്ടെ നിങ്ങളുടെ ഓരോ ചുവടും. ഈ സന്ദേശത്തിന്റെ പൊരുൾ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. കരുത്തനാവുക എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ജീവിതത്തിലെ അനിവാര്യതയാണ്. സാഹചര്യങ്ങൾ നിങ്ങളെ കണ്ട് വഴിമാറുന്ന അത്രയും ആത്മബലം നിങ്ങൾ ആർജിക്കണം. നിങ്ങളുടെ പേര് തന്നെ ധൈര്യത്തിന്റെ പര്യായമായി മാറണം. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിട്ട ഓരോ പോരാട്ടവും അഭിമാനത്തോടെ സ്മരിക്കാൻ കഴിയണം. ഓർക്കുക, മറ്റാരോ രൂപപ്പെടുത്തുന്ന വെറുമൊരു മണ്ണല്ല നിങ്ങൾ, സ്വന്തം വിധി കൊത്തിയെടുക്കുന്ന ശില്പിയാണ്. യഥാർത്ഥ കരുത്തനായി മാറുമ്പോൾ മനുഷ്യർ മാത്രമല്ല, കാലം പോലും നിങ്ങളെ കണ്ട് വിസ്മയിക്കും. എന്നാൽ ഈ യാത്രയിൽ ലോകത്തോടല്ല, സ്വന്തത്തോട് തന്നെ പൊരുതേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടാകും. ആ പോരാട്ടം നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. ലോകത്തെ കീഴടക്കുന്നതിനേക്കാൾ പ്രയാസകരമായ ആ ആന്തരിക യുദ്ധത്തിൽ വിജയിക്കുന്നവനാണ് ഉന്നതങ്ങൾ കീഴടക്കുന്നത്. സ്വന്തം മടിയെ തോൽപ്പിക്കുകയും ഭയത്തെ തകർക്കുകയും സംശയങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ അജയനാകുന്നത്. ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ താനേ തെളിയണമെങ്കിൽ അചഞ്ചലമായ വിശ്വാസം കൂടെയുണ്ടാകണം. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്ന ആ പാലം
ദുർബലമായാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും തകർന്നു വീഴും. വീണു പോകുമ്പോൾ തളരാതെ പറക്കാൻ പഠിക്കുക. കാരണം ഏതൊരു വലിയ ഉയരത്തിനു മുൻപും ഒരു വീഴ്ച അനിവാര്യമാണ്. വീഴ്ചയെ ഭയക്കുന്നവന് ആകാശങ്ങൾ കീഴടക്കാനുള്ള അവകാശം നഷ്ടമാകും. ജീവിതം നിങ്ങളെ വീഴ്ത്തുമ്പോൾ അത് തകർച്ചയല്ല, മറിച്ച് പറക്കാനുള്ള പരിശീലനമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും ഉന്നതമായി നിലനിർത്തുക. കൊടുമുടികളിൽ ഒരിക്കലും തിരക്കുണ്ടാകില്ല. ഏകാന്തമായി സഞ്ചരിക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയൂ. എളുപ്പവഴികൾ എപ്പോഴും ആൾക്കൂട്ടം നിറഞ്ഞതായിരിക്കും. അതിനാൽ നിങ്ങളെ ശക്തനാക്കുന്ന കഠിനമായ പാതകൾ തിരഞ്ഞെടുത്ത് സ്വന്തമായൊരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുക. ഇന്നലത്തെ വിജയങ്ങളിൽ അഭിരമിക്കാതെ ഓരോ ദിവസവും സ്വയം പുതുക്കുകയും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും ചെയ്യുക. വാക്കുകളേക്കാൾ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. വാഗ്ദാനങ്ങൾ നൽകുന്നതിനേക്കാൾ ഫലങ്ങൾ കാണിച്ചു തരുന്നതിലാണ് യഥാർത്ഥ കരുത്ത്. നിങ്ങളുടെ വിജയം ലോകമറിയുന്ന ഉച്ചത്തിലുള്ള ഒന്നായി മാറുന്നതുവരെ നിശബ്ദമായി എന്നാൽ അതിശക്തമായി കഠിനാധ്വാനം തുടരുക. ക്ഷമയും കഠിനാധ്വാനവും ഒരുമിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ജനിക്കുന്നു. നിങ്ങൾക്കുള്ളിൽ ഈ രണ്ട് ഗുണങ്ങളുമുണ്ടെങ്കിൽ വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് ഉറപ്പാണ്. ഇന്ന് പലരും പരാജയപ്പെടുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് വേഗത്തിൽ വിജയിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്. ഓർക്കുക, പാതകൾ ദുഷ്കരമാണെങ്കിലും പതുക്കെ മുന്നോട്ട് നീങ്ങുക. പക്ഷെ ഒരിക്കലും വഴിയിൽ തളർന്നു നിൽക്കരുത്. തുടക്കത്തിലുള്ള ആവേശം കാലക്രമേണ തണുത്തുപോയേക്കാം, എന്നാൽ യഥാർത്ഥ പോരാളി തന്റെ ഉള്ളിലെ അഗ്നി അണയാൻ സമ്മതിക്കില്ല. തളരുമ്പോൾ സ്വയം ചോദിക്കുക, എന്തിനാണ് ഞാൻ ഇത് തുടങ്ങിയത്? നിങ്ങളുടെ ലക്ഷ്യം എത്രത്തോളം വലുതാണോ അത്രത്തോളം ആവേശത്തോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി ഒഴികഴിവുകൾക്കോ പേടിക്കോ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. ആത്മവിശ്വാസം തുടിക്കുന്ന കണ്ണുകളുമായി വിജയത്തിന്റെ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുക. നിങ്ങളുടെ വളർച്ച മറ്റുള്ളവർക്കൊരു പാഠപുസ്തകമാകണം. നിങ്ങളുടെ സാന്നിധ്യം അവർക്കൊരു പ്രചോദനമാകണം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഇത് പങ്കുവെക്കാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.